എക്കോ റാംബ്ലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 13 കണ്ണറപ്പാലവും കഴുതുരുട്ടിക്കടുത്തുള്ള മറ്റൊരു ഹാങ്ങിങ് ബ്രിഡ്ജുമാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്ക് സമീപമുള്ള കഴുതുരുട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു റെയിൽവേ പാലമാണിത്. കൊല്ലം പട്ടണത്തിൽ നിന്ന് മലകളെ ഭേദിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന റെയിൽവേ പാത സഞ്ചാരികൾക്ക് ദൃശ്യമനോഹരമായ യാത്രയാണ് നൽകുന്നത്. പുനലൂരും ആര്യങ്കാവിനും ഇടയിൽ ചെറുതും വലുതുമായ 5 തുരങ്കങ്ങളാണ് ഈ പാതയിൽ കാണാനുള്ളത്. ഈ കണ്ണറപ്പാലത്തിന് സമാന്തരമായി ദേശീയപാത 208 കടന്നുപോകുന്നു. നമ്മൾ മുകളിലേക്ക് കയറാൻ കുറച്ച് താമസിച്ചു പോയി. ഇവിടെ നിന്നുള്ള റെയിൽവേയുടെ കാഴ്ചകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് മധുരയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ്. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള റെയിൽപാതകളിൽ ഒന്നാണ്. കൊല്ലം മുതൽ ചെങ്കോട്ട വരെ ഏകദേശം 92 കിലോമീറ്ററാണ് ഈ റെയിൽപാതയ്ക്കുള്ളത്. 1904 നവംബർ 26 കൊല്ലം ചെങ്കോട്ട റെയിൽവേ ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ രസകരമായ ഒരു കാര്യം, അന്നത്തെ തദ്ദേശവാസികൾ 1904 ഈ ട്രെയിനിന് പ്രാദേശികമായ ഒരു പേര് നൽകി. ധൂമ ശകുടാസുരൻ എന്നാണ് അന്നത്തെ കാലത്ത് ഈ ട്രെയിൻ അറിയപ്പെട്ടിരുന്നത്. ഇവിടെ നിന്ന് കാണാനാവുന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കൊല്ലം ചെങ്കോട്ട ബ്രോഡ്ഗേജ് പാതയും ദേശീയപാത 208 തൊട്ടു താഴെയായി കല്ലടയാറും അടുത്തടുത്തായി കാണാനാകുന്ന മറ്റൊരു പ്രദേശമില്ല. കണ്ണറപ്പാലത്തിന് 13 കമാനങ്ങളുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മിതികളുടെ ഭാവമാണ്. 102 മീറ്റർ നീളവും 5 മീറ്റർ പൊക്കവുമുള്ള 13 കണ്ണറ പാലത്തിന് 100 വർഷം കഴിഞ്ഞിട്ടും ജീർണതകളൊന്നും തന്നെ ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. സുർക്കി മിശ്രിതത്താലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മീറ്റർ ഗേജ് മാറി ബ്രോഡ് ഗേജ് ആയപ്പോൾ ആ കണ്ണറ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നവീകരിച്ച പാലമാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. കഴുതുരുട്ടിയിലെ തന്നെ മറ്റൊരു ഹിഡൻ സ്പോട്ട് കാണാനാണ് നമ്മൾ പോകുന്നത്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കഴുതുരുട്ടി ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കയറി മാമ്പഴത്തറ അമ്പനാട് എസ്റ്റേറ്റ് റോഡിൽ കൂടി ഏകദേശം 1 കിലോമീറ്ററോളം മുന്നോട്ട് പോയാൽ ഇടത് സൈഡിലായിട്ട് ശ്രീദേവി കറുപ്പുസ്വാമി ഗണപതി ക്ഷേത്രത്തിന്റെ ആർച്ച് ഇരിക്കുന്നത് കാണാം. ഈ ആർച്ചിന്റെ ഉള്ളിൽ കൂടി ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലേക്കുള്ള വഴി എത്തുന്നതിന് മുന്നേ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഏകദേശം 100 മീറ്ററോളം പോയാൽ ഈ ബ്രിഡ്ജ് കാണാനാകും. മഴ സമയങ്ങളിൽ ഈ തോട് കരകവിഞ്ഞൊഴുകാറാണ് പതിവ്. ആ സമയങ്ങളിൽ ഈ 2 എസ്റ്റേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് അക്കരെ ഇക്കരെ പോകാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ തടിയും കൊണ്ടുള്ള ഈ തൂക്കുപാലം. കഴുതുരുട്ടിയിലെ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ തൂക്കുപാലം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എക്കോ റാംബ്ലറിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.